ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. 76-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. ആലപ്പുഴയിലെ BJP നേതാവിനെ വധിച്ച കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് കോടതി. സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നിയമസഭ ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യും. നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം ഉച്ചയ്ക്ക് ശേഷം. വാർത്തകൾ വിശദമായി. 76-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ സമാധിയായ രാജ്ഘട്ടിൽ രാവിലെ സർവ്വധർമ്മ പ്രാർത്ഥനാ സഭ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച എല്ലാവർക്കും സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നതായി സമൂഹമാധ്യമ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. അവരുടെ ത്യാഗങ്ങൾ ജനങ്ങളെ സേവിക്കാനും രാജ്യത്തിനായുള്ള കാഴ്ചപ്പാട് നിറവേറ്റാനും പ്രചോദിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലും ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്മരണാഞ്ജലി അർപ്പിച്ചു. കൊല്ലത്ത് ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക്കേഷൻസ് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കൊല്ലം കോർപ്പറേഷൻ, ഗാന്ധി പീസ് ഫൌണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഗാന്ധി പാർക്കിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കവരത്തി ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ, SSP സമീർ ശർമ്മ, കലക്ടർ അർജുൻ മോഹൻ, രാഷ്ട്രീയ പ്രതിനിധികൾ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, സഹമന്ത്രിമാരായ V മുരളീധരൻ, അർജുൻ റാം മേഘ്വാൾ എന്നിവർക്ക് പുറമെ കോൺഗ്രസ്, DMK, JDU, തൃണമൂൽ, CPIM തുടങ്ങി വിവിധ കക്ഷികളിൽ നിന്നുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് യോഗം. ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ നാളെ തുടക്കമാകും. ആലപ്പുഴയിലെ BJP നേതാവ് രൺജിത്ത് ശ്രീനിവാസ് വധക്കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ SDPI പ്രവർത്തകരാണ്. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്നും കോടതി വിധി പ്രസ്താവനത്തിനിടെ പറഞ്ഞു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായി നേരത്തെ കോടതി വിധിച്ചിരുന്നു. 2021 ഡിസംബർ 19-നായിരുന്നു രൺജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് പ്രതികൾ കൊലപ്പെടുത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി പിരിവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നികുതി വെട്ടിപ്പ് തടയുന്നതിനും വ്യാജ ബില്ലുകൾ വഴിയുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനും നടപടികൾ കർശനമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. 2 വർഷക്കാലം ഇന്ത്യയിലാകെയുള്ള വ്യാപാര രംഗം തകർന്നു പോകുന്ന തരത്തിലേക്ക് കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നു. നമ്മളെ സംബന്ധിച്ച് പ്രളയം വന്നു. ഏകപക്ഷീയമായിട്ട് നികുതിയുടെ റേറ്റുകൾ പലതിനും കുറച്ചു. ഇതൊക്കെ സംസ്ഥാനങ്ങളെ ബാധിച്ചത്. നേരത്തെ 16% വരെ നികുതി ഉണ്ടായിരുന്നത് 11% ചുരുക്കിയിട്ടുണ്ട്. ഇപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. അവിടെ അതിനെ നേരിടാൻ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക്, ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നല്ല പ്രവർത്തനം നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ശേഖരണം നമുക്ക് നടത്താൻ പറ്റി. സംസ്ഥാനത്തെ 57% വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് കൂടി റേഷൻ നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു തുകയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ വില ഇനത്തിൽ പ്രതിവർഷം 336 കോടി രൂപയും റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം 324 കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ്, ഗോഡൌൺ വാടക, ജീവനക്കാർക്കുള്ള ശമ്പളം, മറ്റനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി പ്രതിവർഷം 252 കോടി രൂപയും ഉൾപ്പെടെ 912 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നു. മുൻഗണനേതര വിഭാഗങ്ങൾക്കുള്ള റേഷൻ വിതരണത്തിന്റെ ചെലവാകട്ടെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ മാത്രമാണ് വഹിക്കുന്നത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തു നിന്ന് റോജി M. ജോൺ ആണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് സ്പീക്കർ അനുമതി നൽകിയത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നു.
ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ വ്യാപകമായി ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണം സ്പർശ് 2024 കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറ്റുമായി സഹകരിച്ച് നടത്തുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പെൺകരുത്ത് ബോധവൽക്കരണ പരിപാടി വയനാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികവർഗ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ തുടർ ശാക്തീകരണ പരിപാടിയായാണ് സംഗീത നൃത്ത നാടകം പര്യടനം നടത്തുന്നത്. ഇന്ന് കാട്ടിക്കുളം, മാനന്തവാടി, പനമരം, മീനങ്ങാടി, ബത്തേരി എന്നിവിടങ്ങളിലാണ് പര്യടനം. ജില്ലാതല ഉദ്ഘാടനം ഇന്നലെ കളക്ടർ ഡോക്ടർ രേണുരാജ് നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ, എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in വേക്കൻസീസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharathi.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. മൂന്നാറിൽ താപനില ഈ വർഷം ആദ്യമായി 0 താഴെ എത്തി. തണുപ്പ് ആസ്വദിക്കാൻ മൂന്നാറിൽ എത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. ഇന്നലെ പുലർച്ചെയോടെ ഗുണ്ടുമല, കടുകുമുടി, ദേവികുളം മേഖലകളിൽ താപനില 0 താഴെ എത്തി. പുൽമേടുകളിൽ പുലർകാലത്ത് വെള്ളം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു. മൂന്നാറിലെ തണുപ്പ് ഏറ്റവുമധികം ആസ്വദിക്കാൻ കഴിയുന്നത് ഈ സമയങ്ങളിലാണ്. ഡിസംബർ, ജനുവരി മാസങ്ങളിലെത്തുന്ന അതിശൈത്യം മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയാണുള്ളത്. രാഹുൽ ഗാന്ധി MP വയനാടൻ ജനതയെ വഞ്ചിച്ചുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാർ വയനാടിനെ ആസ്പിരേഷൻ ജില്ലയായി പ്രഖ്യാപിച്ചിട്ട് കേന്ദ്ര സർക്കാർ വിളിച്ച ഒരു യോഗത്തിൽ പോലും രാഹുൽ പങ്കെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര വയനാട് ജില്ലയിൽ പ്രവേശിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ദേശരക്ഷായാത്ര ഇന്ന് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി. രാവിലെ അടയ്ക്കാത്തോട് നിന്ന് ആരംഭിച്ച യാത്ര വൈകിട്ട് കാക്കയങ്ങാട് സമാപിക്കും. കാസർഗോഡ് പള്ളത്ത് 2 പേർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. 2 പുരുഷന്മാരുടെ മൃതദേഹമാണ് പാളത്തിന് സമീപം കണ്ടെത്തിയത്. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുലർച്ചെയാണ് അപകടമെന്നാണ് നിഗമനം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനായിരുന്ന വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാതാപിതാക്കൾ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നും കുറ്റമറ്റ അന്വേഷണത്തിന് CBI വേണമെന്നുമാണ് ഇവരുടെ നിലപാട്. എന്നാൽ കുറ്റപത്രം നൽകിയ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടിലാണ് സർക്കാർ. കൊല്ലം ജില്ലയിലെ 2 റവന്യൂ ഡിവിഷണൽ ഓഫീസുകൾ ഭൂമി തരം മാറ്റുന്നതിനായി ലഭിച്ചവയിൽ അവശേഷിക്കുന്ന അപേക്ഷകളുടെ അതിവേഗ തീർപ്പാക്കൽ അദാലത്ത് അടുത്ത മാസം 5 നടത്തും. C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ രാവിലെ 9 റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. പുനലൂർ റവന്യൂ ഡിവിഷനിലെ കീഴിലെ അദാലത്ത് പുനലൂർ ചെമ്മന്തൂർ കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ നടത്തും. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ലോകബാങ്കിന്റെ പരിസ്ഥിതി വിഭാഗം സംസ്ഥാനത്തെ നിരവധി നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. ലോകബാങ്കിന്റെയും ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെയാണ് സംസ്ഥാന സർക്കാർ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കുന്നത്. സംഘം പദ്ധതി ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യരുമായും ഉയർന്ന ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിയാലോചന നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 195 പോയിന്റ് നഷ്ടത്തിൽ 7173-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 30 പോയിന്റ് നഷ്ടത്തിൽ 21,710-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവില ഉയർന്നു. പവന് 160 രൂപ കൂടി 46,400 രൂപയാണ് ഇന്നത്തെ വില. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൗണ്ടിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ ജയിച്ച് എ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സൂപ്പർ 6-ൽ പ്രവേശിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ബ്ലൂ ഫണ്ടയിലിൽ ഉച്ചയ്ക്ക് 1:30-ക്കാണ് മത്സരം. ISL ഫുട്ബോൾ 2ാം ഘട്ട മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. അടുത്ത മാസം 2 മുതൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയും KL രാഹുലും കളിക്കില്ലെന്ന് BCCI അറിയിച്ചു. 2 പേർക്കും പരിക്കുണ്ട്. ഞായറാഴ്ച ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 28 റൺസിന് തോറ്റിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. ആലപ്പുഴയിലെ BJP നേതാവിനെ വധിച്ച കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് കോടതി. സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നിയമസഭ ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യും. നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൗണ്ടിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം ഉച്ചയ്ക്ക് ശേഷം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.